ഇത് എവിടെ നിന്നാ ഈ ചെലങ്ക ശബ്ദം വരുന്നത്? എൻ്റെ വീട്ടിനകത്ത് നിന്നാണല്ലോ. വലിയ ചെലങ്ക ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഇതിങ്ങനെ കേൾക്കാൻ എന്താ ചാൻസ്? പോയി നോക്കിക്കളയാം. ഇവിടെ എങ്ങും ഒരു ശബ്ദവും കേൾക്കാനില്ലല്ലോ. ഇവിടെ നിന്ന് നല്ല ശബ്ദം വരുന്നത്. പിന്നെ ഏത് റൂമിൽ നിന്നാ വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു കളയാം. ഈ റൂമിൽ നിന്നും അല്ല ചിലങ്ക ശബ്ദം. പിന്നെ എവിടെ നിന്നാ ഈ ചിലങ്ക ശബ്ദം വരുന്നത്? ഒന്ന് നോക്കിക്കളയാം. അടുത്ത റൂമിലും ഇല്ല. പിന്നെ ഈ ചിലങ്ക ശബ്ദം എവിടെ നിന്നാ ഇങ്ങനെ വരുന്നത്? ഇപ്പൊ ആ ചിലങ്ക ശബ്ദം കേൾക്കാനും ഇല്ല. എന്തായാലും ദീപേരെടുക്ക അമ്മേരെടുക്ക ഒന്ന് ചോദിച്ചു കളയാം. മഴ പെയ്ത് എല്ലാ സ്ഥലവും കാട് കയറി. ഇത് ഏത് ചെടിയാണെന്തോ? ദീപേ, അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അതൊക്കെ നീ പറ. എന്നെ മുഖത്ത് അതൊക്കെ ഉണ്ട്. വേഗം പറ. ഞാൻ മുറ്റത്ത് തുണി ഉണക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരു ചിലങ്കര ശബ്ദം. ഞാൻ എല്ലാ റൂമിലും കയറി ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് ഈ ചിലങ്കര ശബ്ദം എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആകെ കുഴപ്പത്തിലാണ് ഞാൻ. ഞാനും ദീപം കേട്ടില്ലല്ലോ. ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്, അത് ഉറപ്പാണ്. എന്ത് കുഴപ്പം? ഇവിടെ എന്തോ പ്രേതശല്യമോ അങ്ങനെ എന്തോ ഒരു ഉപദ്രവം ഇവിടെ കാണുന്നുണ്ട്. അമ്മച്ചിക്കും ഇതുപോലെ നിരന്തരമായ ശല്യങ്ങൾ ഇന്നാളൊക്കെ ഉണ്ടായെന്നല്ലേ പറയുന്നത്. മിക്കവാറും അതൊക്കെയൊക്കെ ഒരു തെളിവാണ് ഇപ്പോൾ ഞാൻ കേട്ട ഈ ചിലങ്ക ശബ്ദം. ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചോദിച്ചാലേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റൂ. തെക്കേതിൽ രാഘവൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഏരിയയിലുണ്ട്. ഞാൻ എന്തായാലും അയാളെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. എന്നാൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ മോൻ പോയിട്ട് വാ. എന്നാ ഞാൻ രാഘവൻ മാമനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാം. ഞാൻ അപ്പുറത്തെ വീട്ടിൽ കളിച്ചോണ്ടിരിക്കുകയല്ലേ. അതല്ല, അമ്മയും അച്ഛനും അതേപോലെ അച്ഛാമ്മയൊക്കെ എന്തോ ഒരു ചർച്ച ഉണ്ടല്ലോ. ഞാൻ ഇത്ര നേരം കളിച്ചോണ്ടിരുന്നായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ എന്തോ സംസാരിക്കുന്നത്. അതെന്താ അച്ഛാമ്മ? അത് വെറുതെ മോളെ, ഇത് വെറുതെ ഒരു കാര്യവുമില്ല, ചുമ്മാ. മോള് പോയി കളിച്ചോ. അച്ഛൻ വന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരാം. മോള് പോയി കളിച്ചോ.